ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഞാൻ വിധവയല്ല, കർത്താവ് എൻ്റെ ഭർത്താവാകുന്നു എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകം മനുഷ്യരെ അവരുടെ നഷ്ടങ്ങളാൽ അടയാളപ്പെടുത്തുന്നു. വിധവ, അനാഥ, ഉപേക്ഷിക്കപ്പെട്ടവർ. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവം തൻ്റെ മക്കളെ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അല്ല, അവർ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ് അവരെ കാണുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും കരുതുകയും കാത്ത് പരിപാലിക്കുകയും ചെയ്യുന്നത്. നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. യെശയ്യാവിൻ്റെ പുസ്തകം 54:5. അപ്പോൾ ചോദ്യം ഇതാണ്: ഭർത്താവ് നഷ്ടപ്പെട്ടവർ സത്യത്തിൽ വിധവമാരാണോ? ദൈവവചനം പറയുന്നു, ഒരിക്കലും അല്ല. ജീവിക്കുന്ന ഒരു സാക്ഷ്യം ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. എന്താണ് അത് എന്ന് നോക്കാം. വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ 30-ൽ പ്രായമുള്ള ഒരു റഷ്യൻ യുവതിയെ ഞാൻ കണ്ടു. അവൾക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിനെ കാണാനായില്ല. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളുടെ അച്ഛൻ എവിടെ? നിന്റെ ഭർത്താവ് എവിടെയാണ്? അവൾ യാതൊരു മടിയുമില്ലാതെ എന്നോട് പറഞ്ഞു, കർത്താവാണ് എൻ്റെ ഭർത്താവ്. അന്ന് എനിക്ക് അതിൻ്റെ ആഴം മനസ്സിലായില്ല. പിന്നീട് ബൈബിളിൽ നിന്ന് മനസ്സിലായി, ഇത് മനുഷ്യ വാക്കല്ല, ദൈവ വചനമാണ്. വിധവകളോടുള്ള ദൈവത്തിൻ്റെ ഹൃദയവും അനുകമ്പയും സ്നേഹവും എന്താണെന്ന് തിരുവെഴുത്തുകളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് ന്യായാധിപനും ആകുന്നു. സങ്കീർത്തനം 68:5. അവൻ വിധവയെയും അനാഥനെയും നിലനിർത്തുന്നു. സങ്കീർത്തനം 146:9. ലോകം നീ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാലും ദൈവം പറയുന്നു, ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്ന്. യൂദിത്ത്, ലോകം വിളിച്ച വിധവ, ദൈവം ഉയർത്തിയ ദാസി. യൂദിത്തിന്റെ പുസ്തകം 8-9 അധ്യായങ്ങളിൽ വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും ശക്തമായ ഒരു ഉദാഹരണം നമുക്ക് കാണാം. യൂദത്ത് മനശ്ശെയുടെ ഭാര്യയായിരുന്നു. അവരുടെ വിവാഹ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല. ജനറൽ ഹോലോഫെർണസിന്റെ നേതൃത്വത്തിലുള്ള അസീറിയൻ സൈന്യത്തിൽ നിന്ന് ഇസ്രയേല്യരെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവൾ 3 വർഷവും 4 മാസവുമായി വിധവയായിരുന്നു. 105 വയസ്സുവരെ ജീവിച്ച അവൾ തികച്ചും നിർമ്മലവും ആദരണീയവുമായ ഒരു ജീവിതമാണ് നയിച്ചത്. ലോക ദൃഷ്ടിയിൽ അവൾ ഒരു വിധവ, എന്നാൽ സത്യത്തിൽ അവൾ വിധവയല്ല. കർത്താവ് അവൾക്ക് ഭർത്താവായിരുന്നു. അവൾ തൻ്റെ സമയം ചെലവഴിച്ചത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരുന്നു. ദൈവം പുണ്യവതിയായ അവളെ തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി വിളിച്ച് വേർതിരിച്ച് ഉപയോഗിച്ചു. ഇന്നും നമുക്ക് തരുവാനുള്ള യേശുവിൻ്റെ വാഗ്ദത്തം എന്താണ്? എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ ഉപേക്ഷിച്ച ഏവനും ഈ കാലത്ത് 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും ലഭിക്കും. മത്തായി 19:29, മർക്കോസ് 10:29-30, ലൂക്കോസ് 18:29-30. ദൈവം ആരുടെയും കടക്കാരനല്ല. അവനു വേണ്ടി സമർപ്പിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് വർദ്ധിക്കപ്പെടുന്നു, രൂപാന്തരപ്പെടുന്നു, നിത്യമാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ടവളല്ല. മക്കളെ തനിച്ച് വളർത്തുന്ന ഒരു അമ്മ തുണയില്ലാത്തവളല്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം ഒരിക്കലും ശൂന്യമല്ല. കർത്താവ് തന്നെ ഭർത്താവായും സംരക്ഷകനായും പരിപാലകനായും വീണ്ടെടുപ്പുകാരനായും
സമീപെ നിലകൊള്ളുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനായ ഇസ്രയേലിന്റെ പരിശുദ്ധൻ അവിടുന്ന് സർവ ഭൂമിയുടെയും ദൈവം എന്ന് വിളിക്കപ്പെടുന്നു. യെശയ്യാവ് 54:5. 33 വയസ്സിൽ വിധവയായി തീർന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവ് 51 വർഷക്കാലം വിധവയായി ജീവിച്ചിരുന്ന് 84 വയസ്സിൽ 2012 ഈ ലോകത്തിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് വിടവാങ്ങി. എൻ്റെ അമ്മ ഞങ്ങളെ ആരെയും ചിരിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അനാഥരായ 4 കുഞ്ഞുങ്ങളുമായി വിധവയായതോടെ തൻ്റെ ചിരി നഷ്ടപ്പെട്ടു പോയി എന്ന് ആ പാവപ്പെട്ട മാതാവ് വിശ്വസിച്ച് ഓർത്തു കാണും. ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കുമ്പോൾ നിറകണ്ണുകളോടെ ഓർക്കുകയായിരുന്നു, എൻ്റെ അമ്മ ഈ ദൈവദൂത് കേൾക്കേണ്ടതായിരുന്നു എന്ന്. ആരും അമ്മയെ കേൾപ്പിച്ചില്ല. അമ്മ കേട്ടിട്ടുണ്ടാവില്ല. ഇന്ന് എൻ്റെ അമ്മയുടെ പ്രിയ മകൻ ദൈവസന്നിധിയിലും നിങ്ങളുടെ മുൻപിലും പ്രഘോഷിക്കുന്ന ഈ അഭിഷേകം ചെയ്യപ്പെട്ട ദൂത് കേൾക്കുന്നുണ്ടായിരിക്കാം, ചിരിക്കുന്നുണ്ടായിരിക്കാം. നല്ലവനായ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ദൂതിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിധവമാർക്കും, അനാഥരെന്ന് കരുതുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചിരിയും സന്തോഷവും സമാധാനവും ദൈവകൃപയും ആയിരിക്കാൻ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടതിന് പകരം 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യതയും നൽകുവാൻ കഴിവുള്ള ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ജനത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമായതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുന്ന് വിധവകൾക്ക് ഭർത്താവായും അനാഥർക്ക് പിതാവായും അശരണർക്ക് സംരക്ഷകനായും ഹൃദയം തകർന്നവർക്ക് ആശ്വാസകനായും ഇരിക്കുന്നു. കർത്താവെ, ഇന്ന് തനിച്ചാണെന്ന് തോന്നുന്ന എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ കൂടെ നടക്കുന്നുവെന്ന് അവരെ ഓർമ്മിപ്പിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ മക്കളെ സംരക്ഷിക്കുകയും ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തവയെ അങ്ങേക്കായി സമർപ്പിക്കുവാനും അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമൃദ്ധമായ ജീവിതവും വരുവാനിരിക്കുന്ന നിത്യജീവനും സ്വീകരിക്കാനും ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമേ. സകല മഹത്വവും മാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നല്ലവനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ.